ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണ്. ഓരോ ദിവസവും ഈശോ നമുക്ക് തരുന്ന സമ്മാനമാണ്. ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തെ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് സമയം കളയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നിങ്ങളും ഇപ്പം തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ദൈവമായ ഈശോ മിശിഹായെ, ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. പാപത്തിൽ നിന്ന് എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിലും എൻ്റെ അമ്മയായ കന്യാമറിയത്തിൻ്റെ സംരക്ഷണയിലും ഞാൻ വസിക്കട്ടെ. അങ്ങേ പരിശുദ്ധ മാലാഖമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അങ്ങേ അനുഗ്രഹം എൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. എൻ്റെ കർത്താവെ, ഈ രാത്രിയിൽ പാപം കൂടാതെ എന്നെ കാത്തു പരിപാലിക്കണമേ. എന്നെ കാക്കുന്ന മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേ കേൾപ്പിച്ചിരിക്കുന്ന എന്നെ ഈ രാത്രിയിലും കാത്തു സൂക്ഷിക്കണമേ. ആമേൻ. ഈശോ മറിയം യോസേപ്പേ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഒരുക്കമില്ലാതെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പലർക്കും നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. പലരും നല്ലോണം ഉറങ്ങിയിട്ട് വർഷങ്ങളായി. ഓരോരുത്തർക്കും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും ഉറക്കം ലഭിക്കാത്തത്. സാമ്പത്തിക പ്രതിസന്ധിൻ്റെ വിഷമങ്ങളോ, മക്കളെ വിചാരിച്ചിട്ടുള്ള ആകുലതകളോ, ജീവിത പങ്കാളിനെ വിചാരിച്ചുള്ള വിഷമങ്ങൾ, ഇനിയിപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾ, പരീക്ഷപ്പെടി, പിന്നെ ചിലരൊക്കെ അങ്ങനെ ഫോണിൽ കളിച്ചിരുന്ന് സമയം പോയത് അറിയാതെ അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നു. സത്യത്തിൽ ഉറക്കം എന്നത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ദിവസം മുഴുവനുള്ള കഷ്ടപ്പാടുകളും പ്രയാസവും ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഈശോയുടെ സുരക്ഷിതത്വത്തിൽ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിച്ചാൽ മാത്രമേ അടുത്ത ദിവസം നമുക്ക് പുതുജീവനോടെ ഉണരാൻ സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ, നല്ല രീതിയിൽ ഉറങ്ങണമെങ്കിൽ നമുക്ക് നല്ല മനസ്സമാധാനം വേണം. ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടും. നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. എല്ലാത്തിനേക്കാളും ഉപരിയായി ഈശോയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ആ ദിവസം ഈശോ നമുക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളും നന്ദിയോടെ ഓർക്കാം. അവയ്ക്കൊക്കെ നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു 4 വയസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ പ്രാർത്ഥനയൊക്കെ പറയാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഓർമ്മയൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും അവരെ അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച് ചെറുപ്പത്തിലേ അവരിൽ നമുക്ക് ആ ഒരു പ്രാർത്ഥനാശീലം വളർത്തിക്കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ പ്രാർത്ഥനയൊക്കെ നമുക്ക് അവർക്കും പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പ്രാർത്ഥനയിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. എല്ലാം നമ്മൾ ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കുക. ചിലതിനൊക്കെ ഈശോയെ വേഗം മറുപടി തരും, ചിലത് കുറച്ച് വൈകിട്ടായിരിക്കും തരിക. പക്ഷേ എല്ലാത്തിനും ഈശോയുടെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയും പോലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സെക്കൻഡെങ്കിലും മനസ്സറിഞ്ഞ് ഈശോയെ വിളിക്കുക. ഒരു സെക്കൻഡെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പോലെ നമ്മൾ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ
ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഈ ഒരു വചനം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈശോയെ നമ്മുടെ കൂടെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഒരു കാവൽക്കാരനായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. യാതൊരുവിധ അപകടങ്ങളിലും പെടാതെ നമ്മളെ കാത്ത് സംരക്ഷിക്കും. എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും. ഈശോ എല്ലാവരുടെ പ്രാർത്ഥനയും കേൾക്കട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആകുലതകളൊക്കെ മാറ്റട്ടെ. എല്ലാത്തിനും ഈശോ ഒരു പരിഹാരം കണ്ടെത്തട്ടെ. ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈശോ നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ഉറങ്ങാനും നല്ല സ്വപ്നങ്ങൾ കണ്ടുണരാനൊക്കെ സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.